കേരള രാഷ്ട്രീയം എത്രത്തോളം തരം താഴ്ന്നു എന്ന് നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ് കാഫിർ വിവാദം. ഒരാളെ കാഫിറായി ചിത്രീകരിക്കുകയും അയാൾക്ക് വോട്ട് ചെയ്യരുത് എന്ന രൂപത്തിൽ വലിയ തോതിൽ പ്രചരണം നടത്തുകയും ഒക്കെ ചെയ്തു. അത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ബാധിക്കും എന്ന് നമുക്ക് അറിയില്ല. ബാധിച്ചത് നമുക്കിപ്പോൾ മനസ്സിലായില്ല, അന്ന് മനസ്സിലായില്ല, പക്ഷെ ഇപ്പോൾ നമുക്ക് മനസ്സിലായി. ജനങ്ങൾ അതിനെ അത്ര ഗൗരവമായിട്ട് എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. എടുത്തിരുന്നുവെങ്കിൽ ഷാഫി തോൽക്കുമായിരുന്നു. CPM-ന്റെ ഏറ്റവും സ്റ്റാർ കാൻഡിഡേറ്റായ ശൈലജ ടീച്ചർ അവിടെ ജയിക്കുമായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ശൈലജ ടീച്ചർ തോറ്റു എന്ന ചോദ്യം അവിടെ. ഏതായാലും കാഫിർ വിവാദം അതിനൊക്കെ അപ്പുറത്തേക്ക് പോയിരുന്നു. ആ സ്ക്രീൻഷോട്ട് ആരിട്ടു എന്ന ചോദ്യത്തിന് ആദ്യം കിട്ടിയ ഉത്തരം മുസ്ലിം ലീഗിന്റെ ഒരു യൂത്ത് ലീഗിന്റെ നേതാവ് ഇട്ടു എന്നാണ്. അദ്ദേഹത്തിനെതിരെ പോലീസ് കേസ് കൊടുത്തു, വളരെ പെട്ടെന്ന് എടുത്തു കേസ്. ആ കേസ് ഹൈക്കോടതിയിൽ പോയപ്പോൾ പുല്ലുപോലെ ഇല്ലാതായി. പക്ഷേ ഇദ്ദേഹം തന്നെ വീണ്ടും ഹൈക്കോടതിയിൽ പോയി. ആ കേസ് അന്വേഷിക്കണം, എവിടെ നിന്നാണ് ഇത് വന്നത് എന്ന് പഠിക്കണം, അന്വേഷിക്കണം. അത് പോലീസിന്റെ ജോലിയാണ്. കാരണം ജനങ്ങൾക്കിടയിൽ വർഗീയ വിഭജനമുണ്ടാക്കി കലാപമുണ്ടാക്കാൻ ആഹ്വാനം ചെയ്യുന്നതിന് കാരണമാകുന്ന ഒരു പോസ്റ്റാണത്. അപ്പോൾ ആരാണത് ഉണ്ടാക്കിയത്? അങ്ങനെ പോലീസ് അന്വേഷിച്ചു വന്നു. ഈ യൂത്ത് ലീഗിന്റെ നേതാവ് കൊടുത്ത കേസിൽ പോലീസിന്റെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടി വന്നു. പോലീസ് സമർപ്പിക്കുന്ന റിപ്പോർട്ട് പലരെയും ഞെട്ടിക്കുന്നതായിരുന്നു. എന്നെ ഞെട്ടിച്ചില്ല, ഞെട്ടിക്കുന്നതായിരുന്നു. കാരണം ആ സ്ക്രീൻഷോട്ട് വന്നത് മുഴുവൻ ഇടതുപക്ഷ ഹാൻഡിലുകളിൽ നിന്നാണ്. അത് പലതരത്തിലുള്ള പേരുകൾ നമുക്കറിയാം, ചെന്താരകോ അങ്ങനെയൊക്കെ ഉണ്ട്, അമ്പാടിമുക്കോ ഒക്കെ ഉണ്ട്. അവരൊക്കെ ഇട്ടു, പോരാളി ഷാജി, ഇമാതിരി ആളുകളൊക്കെ ഇട്ടു. അതിനേക്കാളൊക്കെ ഞെട്ടിച്ചത് അത് മുൻ MLA കൂടിയായ ലതിക, KK ലതികയുടെ പേജിൽ വന്നത്. KK ലതിക ഇത് ഷെയർ ചെയ്തപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു പാർട്ടിയുടെ MLA ആയിരുന്നു. മാത്രമല്ല കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യയാണ്. അറിയാതെ, ഒന്നും അറിയാതെ ഇത് ഷെയർ ചെയ്യുന്ന കണക്കാക്കാൻ പറ്റും. അപ്പൊ ഷെയർ ചെയ്തതിന്റെ അർത്ഥം എന്താ? എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഷെയർ ചെയ്തത്? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. മാത്രവുമല്ല, എന്തായാലും അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്തെങ്കിലും തരത്തിലുള്ള നേട്ടമുണ്ടാക്കുന്ന ഒരു സ്ക്രീൻ അല്ലല്ലോ, വേറൊരർത്ഥത്തിൽ. അപ്പൊ എന്തിനാണത് ഷെയർ ചെയ്തത്? അവിടെയാണ് കണ്ണൂർ രാഷ്ട്രീയത്തിലെ ഉൾപ്പിരിവുകൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നോക്കൂ, രണ്ടായി പിരിഞ്ഞിരിക്കുന്നു ഈ വിഷയത്തിൽ. അവിടെ P. ജയരാജൻ അടക്കമുള്ള ആളുകൾ ഇത് കോൺഗ്രസും ലീഗും ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണ് എന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, ഇതിന്റെ ഒറിജിനൽ ഒരു കോൺഗ്രസ്സുകാരൻ്റെയോ ലീഗുകാരൻ്റെയോ ആണെങ്കിൽ പോലീസിന് കണ്ടുപിടിക്കാമല്ലോ. DYFIയുടെ ഏരിയ സെക്രട്ടറി ആണ് ഇതിലൊരാൾ, ഷെയർ ചെയ്ത ഒരാൾ, ഒരു ഗ്രൂപ്പിന്റെ അഡ്മിൻ. ആ ഗ്രൂപ്പിൽ ഇതിങ്ങനെയാ വന്നേ? കോൺഗ്രസ്സുകാർ കൊടുത്താൽ DYFIക്കാർ ഇടും. അദ്ദേഹം ഇനി പറയേണ്ടത് എവിടെ നിന്ന് കിട്ടിയതാണ്, അദ്ദേഹം ഉണ്ടാക്കിയോ എവിടെ നിന്ന് കിട്ടിയോ എന്നാണ്. ഗോവിന്ദ മാഷ് പറഞ്ഞു അദ്ദേഹം അത് ഉണ്ടാക്കിയിട്ടില്ല എന്ന്. അപ്പൊ എവിടെ നിന്നോ കിട്ടിയതാണ്. എങ്ങനെയാണ് പോലീസ് കണ്ടുപിടിക്കേണ്ടത്? വളരെ ലളിതമാണ്. ഇപ്പോൾ സൈബർ കാലത്ത് ഇത് കിട്ടിക്കഴിഞ്ഞാൽ, മൊബൈൽ ഫോൺ കിട്ടിയാൽ നമുക്ക് 2 മിനിറ്റ് കൊണ്ട് സൈബർ സേന അന്വേഷിച്ച് കണ്ടുപിടിക്കും. അവിടെയാണ് യൂത്ത് ലീഗുകാരൻ രക്ഷപ്പെട്ടത്. അദ്ദേഹം തന്നെ മൊബൈലാണ് പോലീസിന് കൊണ്ടുകൊടുത്തത്. ഈ മൊബൈലിൽ ഏതെങ്കിലും കാലത്ത് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഷോട്ട് വന്നിട്ടുണ്ട് പറയാൻ? ആ മൊബൈല് നമ്മൾ ഡിലീറ്റ് ചെയ്താൽ ഷോട്ട് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് KK ലതികയുടെ ഫോൺ ലതികയ്ക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കണം. റബേഷ് എന്ന് പറയുന്ന ഈ എന്താ പറയുക, ഈ DYFI നേതാവിനെ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കണം. ഇതൊന്നും അന്വേഷണമില്ല, ഇതൊന്നും അന്വേഷിക്കുന്നുമില്ല, ചെയ്യുന്നുമില്ല. യഥാർത്ഥത്തിൽ CPM തിരുത്താൻ തയ്യാറായിട്ടുണ്ടോ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. തിരുത്താൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഈ തെമ്മാടിത്തരം ചെയ്ത ആളുകളെ പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഇവരിരുന്നാൽ ഇനി തന്നെ ചെയ്യും. സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ മറ്റു ആളുകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇവരെഴുതിക്കൊണ്ടിരിക്കും. വർഗീയമായ വിഭജനം ഉണ്ടാക്കുന്ന പോസ്റ്ററുകൾ ഇട്ടുകൊണ്ടിരിക്കും. ഇത് തടയാൻ പാർട്ടിക്ക് ബാധ്യതയില്ല. രാജ്യദ്രോഹമാണിത്, തടയാൻ ബാധ്യതയില്ല. ആ ബാധ്യത സർക്കാർ നിറവേറ്റുമോ? ഒരു സാധ്യതയില്ല എന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. കാരണം എന്താ? ഒരു ഇഞ്ച് മുമ്പോട്ട് പോകുന്നില്ല. DYFI നേതാവിൽ നിന്ന് ഒരു ഇഞ്ച് മുമ്പോട്ട് പോകുന്നില്ല. എവിടെ നിന്നാണ് അത് കിട്ടിയതെന്ന് കണ്ടുപിടിക്കട്ടെ, ഫോൺ പരിശോധിക്കട്ടെ, അത് ഫോറൻസിക് ടെസ്റ്റിന് അയക്കട്ടെ. അങ്ങനെ ചെയ്താൽ മാത്രമേ CPM-നും ഇടതുപക്ഷ സർക്കാരിനും എന്തെങ്കിലും താല്പര്യം തിരുത്തുന്നതിൽ ഉണ്ടായി നമുക്ക് വിശ്വസിക്കാൻ കഴിയും.
ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് അങ്ങനെ ഒരു താല്പര്യമില്ല. തൻ്റെ അണികളെ സംരക്ഷിക്കുക എന്നതാണ് പാർട്ടി നേതാവിൻ്റെ താല്പര്യം എന്ന് നമുക്കിപ്പോൾ മനസ്സിലാവും.